ഇയാൻ തന്റെ സ്വന്തം നേത്രങ്ങൾ കൊണ്ട് സ്നേഹനിധിയായ ഭാര്യ അപകടത്തിൽ മരിക്കുന്നത് കാണുകയാണ്. എന്നാൽ അടുത്ത ദിവസം രാവിലെ അവൻ എണീറ്റ് നോക്കുമ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, തൊട്ടടുത്ത് ഭാര്യ കിടക്കുന്നു. അവളെ കണ്ടതും അവൻ ഭയന്ന് അവിടെ നിന്നും പുറകോട്ട് മാറാൻ തുടങ്ങി. പക്ഷേ അവൾ വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവളുടെ ബോഡി ടെമ്പറേച്ചർ ഫീൽ ചെയ്തതും അവന് സമാധാനമാകുന്നു. അതൊരു ദുസ്വപ്നമായി അവൻ കരുതുകയാണ്. ശേഷം എപ്പോഴത്തെയും പോലെ തന്റെ ഭാര്യ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നു. പെട്ടെന്നാണ് അവൻ ഓർക്കുന്നത്, അവളുടെ കൈ കെറ്റിൽ പിടിച്ച് പൊള്ളിയിരുന്നു. പേടിച്ച് പെട്ടെന്ന് അത് തടയാൻ വേണ്ടി അവൻ ചെന്ന് നോക്കുമ്പോൾ അവൾ ടവൽ ഉപയോഗിച്ചിട്ടുണ്ട്. അവന് സമാധാനമാകുന്നു. പക്ഷേ വേറെ ഒരു രീതിയിൽ അവളുടെ കൈ പൊള്ളുകയാണ്. അത് ഇയാനിൽ ഒരു ഭീതി ഉണർത്തി. അവളുമായി വർക്കിന് പോകുന്ന വഴി അവനൊന്ന് മാറ്റി പിടിച്ചു. പക്ഷേ ഇന്നലെ എന്താണോ സംഭവിച്ചത് അതുപോലെ തന്നെ കോള അവളുടെ ദേഹത്ത് വീഴുകയാണ്. ഇയാന് കാര്യം പിടികിട്ടി. എത്രയൊക്കെ തടയാൻ ശ്രമിച്ചാലും വേറെ ഒരു രീതിയിൽ അത് സംഭവിക്കും. അതുകൊണ്ട് തന്നെ അവളോട് നടന്ന എല്ലാ കാര്യങ്ങളും അവൻ വിശദീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവളിൽ കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കണ്ട എന്ന് കരുതി വലിയൊരു അപകടം സംഭവിച്ചു എന്ന് മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. അതറിയാൻ വേണ്ടി തന്നെ അവൾ അവന്റെ കൂടെ മുൻപോട്ട് പോകാൻ തീരുമാനിക്കുന്നു. കമ്പനിയുടെ എൻട്രൻസിൽ എത്തിയപ്പോൾ ഇയാൻ പേടിച്ചുകൊണ്ട് തന്റെ വാച്ച് ഒന്ന് ചെക്ക് ചെയ്തു. വാച്ച് പൊട്ടിയിട്ടില്ല. ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇതെല്ലാം ആവശ്യമില്ലാത്ത ചിന്തകളായിരിക്കാം എന്ന് അവന് തോന്നി. ഇയാൻ തന്റെ സുഹൃത്തുക്കളോട് എല്ലാം വിശദീകരിച്ചു. അവരും ഇതെല്ലാം യാദൃച്ഛികമായി നടന്നതാകാം, നീ വെറുതെ ഇതൊക്കെ ആലോചിച്ച് തല പുകയേണ്ട എന്ന് അവർ ഉപദേശിച്ചു. എന്നിരുന്നാലും അവന്റെ ഓർമ്മയിൽ ഗ്ലാസ് ബോൾ കൊണ്ട് തകർന്നിരുന്നു. ആ ഗ്ലാസ്സിലേക്ക് വീണ്ടും ബോൾ വന്നതും അവനത് ക്യാച്ച് ചെയ്യുന്നു. ഗ്ലാസ് പൊട്ടുന്നില്ല. ചിലപ്പോൾ ഇതെല്ലാം മാറ്റാനും ഭാര്യയുടെ അപകടം തടയാൻ കഴിയുമെന്നും അവൻ ചിന്തിക്കുകയാണ്. നേരെ ടാക്സി വിളിച്ച് അവളെ കാണാൻ പോകുന്നു. ഡ്രൈവറുടെ മുഖം കണ്ടപ്പോൾ അവൻ ഞെട്ടി. ഓർമ്മയിലുള്ള അതേ ഡ്രൈവർ. അപ്പോൾ ഇതെല്ലാം യഥാർത്ഥമാണെന്ന് ഇയാൻ മനസ്സിലാക്കുകയാണ്. ഇന്നും അത് സംഭവിക്കുമോ എന്നവൻ അയാളോട് ചോദിക്കുമ്പോൾ അയാൾ അവനോട് പറഞ്ഞു, അത് കേട്ടതും വേഗത്തിൽ തന്നെ അവൻ അവളുടെ അടുത്തെത്തി. ഭാര്യയുടെ മരണം തടയാൻ വേണ്ടി അവൻ ആ സ്ഥലം മാറി ടൗണിൽ നിന്നും കുറച്ചകലെയുള്ള ഒരു മലയോര പ്രദേശത്തേക്ക് എത്തുന്നു. പെട്ടെന്ന് സ്വർഗത്തിൽ നിന്നും മഴ പെയ്യാൻ തുടങ്ങുന്നു. അവർ അത് ആസ്വദിച്ചുകൊണ്ട് അടുത്തുള്ള ആളൊഴിഞ്ഞ ഒരു വീട്ടിൽ കയറുന്നു. തണുപ്പകറ്റാൻ തീ കായുന്ന സമയം അവന്റെ കൈ തട്ടുകയും വാച്ച് തകരുകയും ചെയ്യുന്നു. ആ ഒരു നിമിഷത്തിൽ ഇയാന് വിധിയെ തടുക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാകുകയാണ്. തന്റെ ഭാര്യയുടെ മുഖത്തെ സുന്ദരമായ ചിരി കണ്ട് ഇയാന്റെ മനസ്സ് പിടയാൻ തുടങ്ങുന്നു. പിടയുന്ന മനസ്സോടെ അവൻ ചോദിച്ചു, നിനക്ക് ഒരു ദിവസം മാത്രമേ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ, എന്നാൽ നീ എന്താണ് ചെയ്യുക? ആ ചോദ്യത്തിലെ സീരിയസ്നെസ് അവന്റെ മുഖത്തിലൂടെ വായിച്ച അവൾ പറഞ്ഞു, ആ സമയം മുഴുവൻ നിന്നോടൊപ്പം ചിലവഴിക്കും. അവർ പുറത്തു നടക്കുന്നതിനിടയിൽ അവൾ അവനോട് ടൗണിലോട്ട് തിരിച്ചു പോകാം എന്നും ഇന്ന് തന്റെ ഗ്രാജുവേഷൻ റിസൈറ്റിലാണെന്നും പറയുന്നു. അവൾ ഈ സ്വപ്നം നേടാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാവുന്ന ഇയാൻ എന്തായാലും വിധിയെ തടുക്കാൻ കഴിയില്ല, അവളുടെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കാം എന്ന് തീരുമാനിക്കുന്നു. അവൻ വീട്ടിലെത്തി അവൾ അറിയാതെ ഭാര്യ എഴുതിയ സോങ് എടുത്തുകൊണ്ട് തിയേറ്ററിലേക്ക് പോയി. അവിടെ എത്തി ഓർഗനൈസേഴ്സിനെ കണ്ട് ആ മ്യൂസിക് പ്ലേ ചെയ്യാൻ കൺവിൻസ് ചെയ്യുന്നു. കുഞ്ഞുനാൾ മുതൽ തന്നെ ഒരു സിംഗർ ആകാനാണ് അവളുടെ ആഗ്രഹമെന്നും പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് അവൾക്ക് അതിനുള്ള സ്റ്റേജ് ലഭ്യമായില്ല എന്നും ഇയാന് അറിയാമായിരുന്നു. സമന്ത ആശ്ചര്യത്തോടെ അവൾ എഴുതിയ മ്യൂസിക് കാണുകയാണ്. അത് പ്ലേ ചെയ്യാനുള്ള ചാൻസ് അവൾക്ക് ലഭിക്കുന്നു. ഇയാൻ നല്ല രീതിയിൽ തന്നെ പ്രോത്സാഹനം നൽകി അവളെ സ്റ്റേജിൽ കയറ്റുന്നു. വളരെ നെർവസോടെ തന്നെ അവൾ ഇയാൻ്റെ കണ്ണുകൾ നോക്കിക്കൊണ്ട് തന്നെ പാടാൻ തുടങ്ങി. അവളുടെ ഓരോ വരികളും ഇയാനിൽ വേദന ഉണർത്തിക്കൊണ്ടേയിരുന്നു. പാട്ട് തീരുമ്പോൾ എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിച്ചു. അങ്ങനെ സമന്ത അവളുടെ വലിയൊരു സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. ശേഷം അവർ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നു. അവിടെ വെച്ച് ഇയാൻ അവൾക്കൊരു ബ്രേസ്ലെറ്റ് സമ്മാനമായി നൽകുന്നു. ഓരോ കണ്ണിയിലും അവരുടെ കഴിഞ്ഞുപോയ നല്ല നല്ല നിമിഷങ്ങൾ കോർത്തിണക്കിയ ബ്രേസ്ലെറ്റ്. അവിടെ നിന്നും ഇറങ്ങുമ്പോൾ മഴ പെയ്യാൻ തുടങ്ങുന്നു. I love you. I loved you since I met you, but I wouldn't allow myself to truly feel it until today. Samantha, if not for today, not for you, I would never have known love at all. So thank you for being the person who taught me to love and to be loved. ഇനി അധിക സമയമില്ല എന്ന് മനസ്സിലാക്കിയ ഇയാൻ യാത്ര പറഞ്ഞ ശേഷം അവൾ അതേ ടാക്സിയിൽ കയറുമ്പോൾ മുൻപത്തെ പോലെ ഒറ്റയ്ക്ക് വിടാതെ അവനും അതിലേക്ക് കയറുകയാണ്. സംഭവം നടന്ന അതേ സ്ഥലം, അതേ സമയം. ഇയാന് ശ്വാസമെടുക്കാൻ കഴിയുന്നില്ല. അവനിലേക്ക് സുന്ദരമായ ഓർമ്മകൾ വന്നു തുടങ്ങുന്നു. ആ സമയത്ത് പഴയതുപോലെ തന്നെ വണ്ടി വന്നിടിച്ചതും ഇയാൻ സമന്തയെ തൻ്റെ കരങ്ങൾ കൊണ്ട് മുറുകെ കെട്ടിപ്പിടിക്കുന്നു. സമന്ത രക്ഷപ്പെട്ടു. പക്ഷേ ഇയാൻ എന്നേക്കുമായി യാത്ര പറഞ്ഞു. ഇയാൻ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് സമന്തയ്ക്ക് മനസ്സിലാകുകയാണ്.